കഴിഞ്ഞ ദിവസം ഉരുണ്ട ഭാഗം മാത്രം ഉരച്ച് വെള്ളത്തിലിട്ട താമര വിത്തുകളാണിത്. അതിൽ രണ്ടെണ്ണത്തിന് നല്ല നീളത്തിലുള്ള മുളകളും ചെറിയ ഇല പോലെയായിട്ടുണ്ട്. ഇല വിരിഞ്ഞിട്ടില്ല. വേറൊരു മൂന്നെണ്ണം വിള്ളലുണ്ടായിട്ടുണ്ട്, പക്ഷേ ശരിയായിട്ട് ഒരു മുള പുറത്ത് വന്നിട്ടില്ല. ഒരെണ്ണത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് താമരവിത്ത് മുളപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയായിട്ടാണ് ഞാൻ ഇതുവരെയുള്ള പരീക്ഷണത്തിൽ കണ്ടിരിക്കുന്നത്. ഇന്ന് തുടങ്ങുന്ന പരീക്ഷണം അതല്ല. ഇതിലൊരു നീല നിറം കണ്ടില്ലേ, അത് സ്വല്പം ഒരു പൊടിക്ക് NPK മിശ്രിതം ഇട്ട് കൊടുത്തതാണ് വളമായിട്ട്. ഇത് വീടിനകത്ത് വെച്ചാണ് വളർത്തുന്നത്. ഒരു ജനലിൻ്റെ സൈഡിൽ അത്യാവശ്യം വെയിൽ കിട്ടും. ഇപ്പോഴല്ല, മഴക്കാലം വന്നതോടുകൂടി വെയിലൊക്കെ ഇത്തിരി കുറവാണ്, മഴക്കാറാണ് കൂടുതൽ. അപ്പോൾ ഇത് ഒരെണ്ണം. ഇത് അതിന് മുൻപേ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കുറേ ഉരച്ച് വെള്ളത്തിലിട്ടതിൽ മുളച്ച് വന്ന് തിരക്കില്ലാത്ത വളരുന്ന ഒരു ചെടിയാണ്. കുറേ തണ്ടുകൾ വന്നിട്ടുണ്ട്. ഇലകളൊക്കെ കുറേശ്ശെ വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇത്തിരി NPK മിശ്രിതം ഇട്ട് കൊടുത്തിരുന്നു, 19. ഇന്നും ഇതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നീല നിറം അവിടെ കാണാം. അത് NPK മിശ്രിതം കലക്കിയിട്ടൊന്നുമില്ല, അത് പതുക്കെ അലിഞ്ഞ് വളരെ കുറേശ്ശെ കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കണേ. പിന്നെ ഇത് കൂടാതെ ഒരു ടാങ്കിൽ, ഒരു ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഒരു ചളിയുള്ള പൂഴിയൊക്കെ വെച്ചിട്ട് അതിൽ 2 നട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അതൊന്നും ഒരു ഗുണം പിടിച്ചിട്ടില്ല. ആകെ ചളിയിലൊക്കെ പൂപ്പൽ എന്തൊക്കെയോ വന്നിട്ട് ആ വെള്ളം ഞാൻ മറിച്ച് കളഞ്ഞു. ഇന്നിപ്പോൾ ഇറയത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മഴവെള്ളം വേണേ വീണോട്ടെ. ആ താമരച്ചെടികൾ 2-3 അതിലുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം തീരുമാനമായ മാതിരിയാണ് കാണുന്നത്. പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ ഇനി അത് പ്രകൃതിയിലുള്ള സംരക്ഷണം എന്ന് വെച്ചാൽ കുറച്ച് വെയിൽ കിട്ടും, ചെറുതായിട്ട് വെയിൽ കിട്ടും, പിന്നെ മഴപ്പാറലടിക്കുക, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കയറും. അപ്പോൾ അത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അകത്ത് വേറൊരു ജനലിൻ്റെ അവിടെ വെച്ചിരുന്നത്. അവിടെ അത്ര വെളിച്ചവും പോരാ, അതുകൊണ്ടായിരിക്കണം ചളി എല്ലാം കൂടി ആയിട്ട് അത് ശരിയായില്ല, കാണാൻ ഭംഗിയില്ല, അത് ഒഴിവാക്കി. താരതമ്യ പഠനം ഈ ചെടിയായിട്ടാണ്. ഇത് ഫിഷ് ടാങ്കിലാണ്. അതിൻ്റെ 2 തണ്ടുകളുടെ തല കാണാനല്ലേ, കണ്ടില്ലേ ഈ സൈഡിലുള്ള എൻ്റെ ഇലയില്ല. അത് മുമ്പ് ഇത് കുറച്ചും കൂടെ വെള്ളത്തിൽ താത്തിയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഇല പുറത്തേക്ക് വന്നപ്പോൾ മീനോ അതോ ഇനി വേറെ ഏതെങ്കിലും ജീവികളാണോ എന്നറിയില്ല, ചാടി പിടിച്ച് തല എടുത്ത് കളഞ്ഞതാണോ എന്നറിയില്ല. ഇല ഇതുപോലെ തന്നെയാണ് മറ്റേ ചളിയിലേക്ക് നട്ടു പറഞ്ഞില്ലേ, അതിൻ്റെയും അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ തല പോയപ്പോഴാണ് അത് ടാങ്കിൽ നിന്ന് മാറ്റിയത്. അതും ഒരു താരതമ്യം തന്നെയായിരുന്നു. ഇത് ടാങ്കിൽ തന്നെ നിലനിർത്തിയിട്ടും മറ്റേ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടും. പക്ഷേ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ട് ചളിയിൽ നട്ടൊന്നും ശരിയായില്ല. ഇത് ടാങ്കിലെ തന്നെ പൂഴിയും കുറച്ച് ചളി ഉണ്ടാവും എടുത്തിട്ട് നട്ടതാണ്. പിന്നെ ഇത്തവണ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന തരത്തിലാണ് നട്ടിരിക്കണേ. വെള്ളം കുറച്ച് ഇതിൽ വെച്ചിട്ടുള്ളൂ. ചെടിയുടെ ഇല വെള്ളത്തിൻ്റെ പുറത്ത് നിൽക്കും. പക്ഷേ എന്നാലും മീനുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് താത്തി വയ്ക്കാൻ വേണ്ടി വെള്ളാറങ്കല്ലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെയാണ് ഇല തമ്മിൽ ഭേദം. പക്ഷേ ഇത് ഉള്ളതിൽ സീനിയർ ചെടിയാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ചളിയായിട്ടുള്ള പാത്രത്തിൽ നട്ടത് കേടായിപ്പോയത്. അതും തല പോയത് തന്നെയായിരുന്നു. ഇതിൻ്റെയും തലയൊക്കെ പോയതാണ്, കണ്ടില്ലേ, കുറേ ഇലകൾ പോയതായിരുന്നു. പുതിയ വന്ന ഇലകൾക്കാണ് കുറച്ച് ഭേദമുള്ളത്. അപ്പോൾ ഈ 2 തരത്തിൽ, അതായത് ഫിഷ് ടാങ്കിലെ വെള്ളവും പിന്നെ NPK വെള്ളം വേറൊന്നുമില്ലാതെ സാധാ വെള്ളത്തിൽ ഇടയ്ക്കൊരിത്തിരി, ആഴ്ചയിലൊരു ദിവസം ഒരിത്തിരി NPK വെള്ളം ഇട്ട് കൊടുക്കും. അതാണ് താരതമ്യം. ഇനി അഥവാ ചളിയിൽ നട്ട ചെടികൾ വീണ്ടും പുറത്ത് കൊണ്ടുവച്ചിട്ട് മുളച്ച് വരുന്നുണ്ടെങ്കിൽ അത് 3ാമത്തെ ഒരു താരതമ്യ പഠനമായി വരും. പക്ഷെ അതെനിക്ക് വലിയ പ്രതീക്ഷയില്ല.